ആ പ്രതീക്ഷയും തല്ലിക്കെടുത്തി പൃഥ്വിരാജ്. എമ്പുരാൻ ആവേശത്തിനിടയിലും വിദ്വേഷ പ്രചാരണം. എമ്പുരാൻ റിലീസ് ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആദ്യ ഷോ കഴിയുമ്പോൾ ഹോളിവുഡ് ലെവലിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. പൃഥ്വിരാജിന്റെ സംവിധാന മികവ് മലയാള സിനിമയുടെ തന്നെ നിലവാരം ഉയർത്തിയിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത്. കേരളത്തിലെ വലുതും ചെറുതുമായ തിയേറ്ററുകളിലെല്ലാം ചെണ്ടമേളത്തോടെയും പടക്കം പൊട്ടിച്ചുമാണ് ആരാധകർ സിനിമയെ വരവേറ്റത്. മോഹൻലാലും പൃഥ്വിരാജും മഞ്ജു വാര്യറും ടൊവിനോയും ഉൾപ്പെടെ സിനിമയിലെ താരങ്ങളെല്ലാം എറണാകുളം കവിതാ തിയേറ്ററിൽ ആദ്യ ഷോയ്ക്കെത്തി. ആളുകളെ പിടിച്ചിരുത്തുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി. ചിത്രം മികച്ച ദൃശ്യാനുഭവമാണ് നൽകുന്നത്. പൃഥ്വിരാജ് പണിയെടുത്തിട്ടുണ്ട്. ലാലേട്ടൻ തകർത്തു. എമ്പുരാൻ കളക്ഷൻ 1000 കോടി കടക്കും. മലയാളത്തിലെ ഹോളിവുഡ് മൂവി മേക്കിംഗിൽ ചിത്രത്തിന് 100ന് മുകളിൽ മാർക്ക് എന്നിങ്ങനെയാണ് മിക്ക പ്രേക്ഷകരുടെയും അഭിപ്രായങ്ങൾ. എന്നാൽ ഇതിനിടയിലും വിദ്വേഷ പ്രചാരണങ്ങളും സിനിമയ്ക്കെതിരെ നടക്കുകയാണ്. ഇതുവരെ വളരെ മോശം മേക്കിംഗ് ആർക്കും ാകുന്നില്ല. മേജർ രവി ആയിരുന്നെങ്കിൽ ഇതിലും നന്നായി ചെയ്തേനെ എന്ന് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നുള്ള കമന്റുകൾ എന്ന വാചകങ്ങളോടെയുള്ള പോസ്റ്ററുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. മൂക്കും കുത്തി വീണു, ആരാധകരുടെ അവസാന പ്രതീക്ഷയും തല്ലിക്കെടുത്തി പൃഥ്വിരാജ് എന്നിങ്ങനെയുള്ള വരികളോടെയുള്ള പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതേസമയം വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെയാണ് മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാന്റെ ആദ്യ പ്രദർശനം ആരംഭിച്ചത്. കേരളത്തിൽ മാത്രം 750ഓളം സ്ക്രീനുകളിലാണ് ചിത്രത്തിന്റെ പ്രദർശനം. മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ താരനിരയും ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തിന് എത്തിയിരുന്നു. കൊച്ചിയിലെ കവിതാ തിയേറ്ററിലാണ് മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, ഇന്ദ്രജിത്ത് തുടങ്ങിയ താരങ്ങൾ ആദ്യ ഷോ കാണാനെത്തിയത്. എമ്പുരാൻ റിലീസിനോടനുബന്ധിച്ച് ബുധനാഴ്ച രാത്രി മുതൽ തന്നെ പല തിയേറ്ററുകളിലും ആരാധകരുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു.